ഇന്നലെ മണ്ണിടിച്ചിലും സർവീസ് റോഡ് തകർന്നതുമാണ് നമ്മൾ ഇന്നലെ കാണിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് കാണുന്നുണ്ടല്ലോ, ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. റോഡിന്റെ വിള്ളലാണ്, ദേശീയപാതയ്ക്ക് നടുക്കിലുള്ള റോഡിന്റെ വിള്ളലാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 53 മീറ്റർ നീളത്തിലും 4.10 മീറ്റർ വീതിയിലുമാണ് ഈ വിള്ളൽ ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. മഴ തുടങ്ങിയതേ ഉള്ളൂ, മഴ തുടങ്ങുമ്പോൾ തന്നെ അവസ്ഥ ഇതാണ്. എന്നാലെങ്കിൽ ഇനി കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൂടെ കടുത്ത മഴയാണെങ്കിൽ ഇതിന്റെ അവസ്ഥ, റോഡിന്റെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കണം. അത്തരത്തിൽ എന്തായാലും നാട്ടുകാരായാലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ വാഹനങ്ങൾ, ഈ പോകുന്ന ആളുകളായാലും ഭയങ്കര ആശങ്കയിലാണ്. ഇനി എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ കളക്ടർ അടക്കം ഇന്നലെ സ്ഥലം പരിശോധിച്ചിരുന്നു. ഇന്ന് അവലോകന യോഗമടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരോട് തന്നെ ഇവിടുത്തെ ആശങ്കകൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ചേട്ടാ, വലിയൊരു ആശങ്ക തന്നെയാണ് ഇത്തരത്തിലൊരു NH ഒരു വിള്ളൽ രൂപപ്പെടുക എന്ന് പറയുന്നത്. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഈ പണി ആരംഭിച്ചിട്ട്, നമ്മുടെ മാവുങ്കൽ ടൗണിലൊക്കെ കഴിഞ്ഞ തവണ ഒരുപാട് വെള്ളം വന്നിട്ട് പല വീടുകളിലും പല മതിലുകളൊക്കെ പൊളിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇതിന് തൊട്ടടുത്തൊരു സ്കൂളാണ് സ്ഥിതി ചെയ്യുന്നത്. മറിച്ച് ഇവിടെ ഈ ഓവുചാലില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ ഓവുചാലിൻ്റെ പണികളൊക്കെ നല്ല രീതിയിലെല്ലാം നടന്നിട്ടില്ല. കാരണം പല പണികളും അതിൻ്റെ കാര്യമായ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലുള്ള പണി നടന്നു. അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് നേരത്തെ അറിയാം, അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്തും കുഴികൾ രൂപപ്പെട്ടു. ഇന്നലെ കളക്ടറടക്കമുള്ള ഭരണാധികാരികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇനിയും ആകെ ഒരു മഴ, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായതേ ഉള്ളൂ. ഇനിയും ഇവിടെ കാലവർഷം ഒറ്റ ദിവസം മഴ പെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഇതിനു വേണ്ട ശക്തമായ നടപടികൾ സ്വീകരിച്ച് നല്ല രീതിയിൽ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രദേശത്തിന് അടുത്ത് തന്നെയാണ് ഇന്നലെ സർവീസ് റോഡ് അടക്കം തകർന്നൊരു സംഭവം. രാവിലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു തൊഴിലാളി കണ്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. കാരണം റോഡ് താഴ്ന്നു പോയി. അവസാനം എല്ലാ വണ്ടികളും പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ തൊഴിലാളി നിർത്തിയിട്ട് മുഴുവൻ വണ്ടികളും കൈ കാണിച്ച് നിർത്തിയത് കൊണ്ടാണ് വലിയൊരു അപകടം അവിടെ നടക്കാതെ പോയത്. പക്ഷേ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടുണ്ട് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയോട്. കാരണം അവിടെ ഡ്രൈനേജ് ഇല്ല, വെള്ളം പോകേണ്ട സ്ഥലമില്ല. ഒറ്റയടിക്ക് നമ്മുടെ പോക്കറ്റ് റോഡ് ഉണ്ടാക്കി. പോക്കറ്റ് റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ആദ്യം വെള്ളം പോകേണ്ട വഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ആ ഉണ്ടാക്കിയ റോഡ് തന്നെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ മണ്ണ് ലൂസ് മണ്ണാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ റോഡ് പൊളിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉറപ്പുണ്ടായിരുന്നു ഇത് പൊളിയുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഈ പറയുന്ന മാതിരി ഓവുചാലാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഡ്രൈനേജ് കൃത്യമായി വെള്ളം പോകാനുള്ള സ്ഥലങ്ങൾ കൃത്യമായി ഉണ്ടാക്കിയതിന് ശേഷം ഈ റോഡുകൾ ഉണ്ടാക്കിയ സ്ഥലത്ത് ഒന്നും തന്നെ റോഡ് പൊളിഞ്ഞിട്ടില്ല. അത് നമ്മൾ കാണാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി, പരിശോധിച്ച് കഴിഞ്ഞാൽ മതി ഉണ്ടാക്കി. പിന്നെ ഒന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയെ മെയിനായിട്ട് നമ്മൾ കാണാൻ സാധിച്ചത്, പണിയെടുത്ത മുതൽ നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഇത് ഒരാൾ പണിയെടുത്ത് പിന്നെ വരുന്നത് വേറെ ടീമാണ്. അങ്ങനെ ഒരു 3 മാസമോ 2 മാസമോ 1 മാസമോ ഒരു പണിയെടുക്കും, ഒന്നിനും പൂർത്തീകരണമില്ല. പിന്നെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയല്ല. പക്ഷേ നമുക്കൊരു വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാലവർഷത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇന്ന് വരും, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ കുറേ മരണങ്ങളൊക്കെ സംഭവിച്ച് ദുരിതങ്ങളൊക്കെ വന്നിട്ട് അതിനൊരു പരിഹാരം കണ്ടതിന് എന്താണ് കാര്യം? അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. എങ്കിലും അത് ആരാണോ ഏറ്റെടുത്തിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി അവർ കൃത്യമായി നടപ്പിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നമ്മളത് അതിശക്തമായിട്ടുള്ള സമരം നടത്തും. പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരെ കുറ്റം പറയുന്നത് നാട്ടുകാർ സമരം ചെയ്തു, നാട്ടുകാർ വികസനത്തിനെതിരാണ്. അതിനൊന്നും ആരും എതിരില്ല, വികസനത്തിനെതിരല്ല. പക്ഷേ വികസനം വരുന്ന സമയത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു റോഡ് മുറിച്ച് ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ 1 മണിക്കൂർ നടന്നിട്ടാണ് ഒരു റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലും കൂടി അതൊക്കെ സഹിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഈ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ രാത്രികാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇനി വെള്ളക്കെട്ട്, ഈ മൂലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ആ ഒരു മേൽപ്പാലത്തിൻ്റെ അടിയിൽ വെള്ളം നിറഞ്ഞ് ഓട്ടോകളും അതുപോലെ ബൈക്കുകളും അടക്കം ഓഫായി, വണ്ടികൾ അവിടെ നിന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ദുരിതം വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. അതുകൊണ്ട് അധികൃതർ വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം, ഇതിന് വേണ്ട നടപടികൾ എടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരായ നമുക്ക് പറയാനുള്ളത്. അത് തന്നെയാണ്. എന്തായാലും ഒരു അപകടം നടന്നിട്ടാവരുത് ഇതിന്റെ പരിഹാരം എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. ഈ ഒരു വിള്ളലിന്റെ അത്രയും ഒരു നീളവും അതുപോലെ തന്നെ വീതിയും നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നത്. ഇത്തരത്തിൽ ഈ ഒരു മഴ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പേടിപ്പെടുത്തുന്ന സംഭവം തന്നെയാണ്. അതിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണ്. അത്തരത്തിൽ ജില്ലാ ആശുപത്രി അപ്പുറമുണ്ട്. അത്തരത്തിൽ വേറെ ജില്ലകളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു റോഡ് കൂടിയാണ്. എന്തായാലും അധികൃതരെല്ലാം കണ്ടതൊന്ന് പരിഹരിക്കണം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്ര, റിപ്പോർട്ടർ കാസർഗോഡ്.